നാലുക്കുമൊത്ത സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. മാ എന്താ കഴിക്കാൻ? മട്ടൻ ബിരിയാണി. കള്ള ഇന്നെന്താ നല്ല ചൂടിലാണല്ലോ രാവിലെ തന്നെ. എന്ത് പറ്റി? നിനക്ക് നാണമില്ല ഈ താടി മീശി വെച്ചോണ്ട് ആണാണെന്ന് പറഞ്ഞുകൊണ്ട്. ഞാനും അത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഈ താടി മീശ പഠിച്ചു കളയാം. എന്നിട്ട് വേണോ അവൾ എന്റെ മേക്കിട്ട് കയറാൻ. ഭദ്രകാളി. ആരാത്? നിന്റെ പെണ്ണുമുള്ള ചമന്തി. അമ്മ ഒന്ന് എടുത്തിരുന്നേ. കറക്റ്റാട്ടാ. അമ്മ ദേഷ്യപ്പെടുമ്പോഴാ സൗന്ദര്യം കൂടുതലെന്ന്. ഞാൻ പറഞ്ഞല്ലേ, അവള് പറഞ്ഞതാ. ജമന്തി. എന്റെ മോൻ എന്തോ പൈസയുടെ കാര്യം കൊണ്ടാ എന്റെ മുമ്പിലോട്ട് വന്നിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. അതെ അമ്മ, അമ്മ ഭയങ്കര ബുദ്ധിശാലിയാട്ടാ. ഞാൻ മനസ്സിൽ കാണുമ്പോഴേക്കും അമ്മ അതൊക്കെ മാനത്ത് കാണും. എടാ നീ എന്റെ വയറ്റിൽ നിന്ന് വന്നതല്ലേ, ഞാൻ പിന്നെ എങ്ങനെ മനസ്സിൽ കാണുന്നു? അമ്മ കാര്യം പറയടാ. അമ്മ പറ. അതെ, ജമന്തി ആകെ വിഷമത്തിലാണമ്മ. എന്താ അവൾക്ക് ഉറക്കം മുഴുത്തില്ലേടാ? അല്ല അതല്ല, അവളുടെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. എന്തിനാ അയാൾക്ക് സൂക്കേട് കൂടുതലാ? ഇല്ല, സൂക്കേടൊന്നും കൂടുതലില്ല. അങ്ങനെ ഒരു ലോൺ എടുത്തിരുന്നല്ലോ. എപ്പോഴും പറയാറുന്നല്ലോ ലോണിന്റെ കാര്യം. അപ്പൊ ആ ലോണ് കൃത്യമായിട്ട് തിരിച്ചടക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇപ്പൊ എന്തോ ജപ്തിയുടെ ഒക്കെ വക്കിലെത്തി നിൽക്കുകയാണ്. ബാങ്കുകാർ നോട്ടീസ് അയച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. ജപ്തി ചെയ്ത് പോട്ടെടാ, അത് മുടിഞ്ഞങ്ങ് പോട്ടെ. എപ്പോഴും ആ ഒരു കാര്യം കേട്ട് മടുത്ത്. എന്റെ അമ്മ അങ്ങനെയൊക്കെ പറയാൻ പാടുവോ? അല്ല, എങ്ങനെയാണെങ്കിലും കുറച്ച് പൈസ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത്രേ അവര്. ആരെടുത്ത് ചോദിച്ചു? നിന്റെ അടുത്താ? അല്ല, ഞാൻ പറഞ്ഞു എന്റെ കയ്യിലില്ല. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല. ഇനിയിപ്പോ അമ്മയോട് ചോദിച്ചു നോക്കാം, കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചു തരാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. എടാ, ഞാൻ പൂട്ടി വെച്ചിരിക്കുന്ന ആ പെട്ടിയുടെ താക്കോല് കളഞ്ഞു പോയാലോ, ഇനിയിപ്പോ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കണം? നീ നിന്റെ കാര്യം നോക്കടാ കൊച്ചേ. അല്ല, എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മ. നടക്കുന്ന കാര്യമല്ലോ പറ. അമ്മ, നമ്മൾ വലിയ തറവാട്ടുകാരാണ്, വീരഭദ്രൻ നായരുടെ മോനാണ്, രത്നമ്മയുടെ മോനാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചത്. അതിനെന്താടാ സംശയം? നീ വീരഭദ്രൻ നായരുടെ മകൻ തന്നെയാ, രത്നമ്മയുടെ മോൻ തന്നെയാ, തറവാട്ടുകാർ തന്നെയാ. അത് കൊള്ളാല്ല. അത് പക്ഷെ നമുക്കല്ലേ അറിയൂ. ലോകരൊക്കെ അറിയിക്കണോ? ഒരു കാര്യം ചെയ്യും, പത്രത്തിൽ പരസ്യം കൊടുക്കുക, അപ്പൊ എല്ലാരും അറിയും. അമ്മ ഭയങ്കര തമാശ. അമ്മ, പിന്നെ അമ്മയുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് എന്നൊക്കെ ഉള്ളത് അമ്മ കള്ളം പറയാന്നാ അവളുടെ കുഞ്ഞമ്മ പറയണത്. കുഞ്ഞമ്മ ഉണക്കാൻ ചീത്ത പോലെ ഇരിക്കുന്നവളോ? അവളെ വിളിച്ചുകൊണ്ട് നാടാ, അവളെ സൂക്കട ഞാൻ ഇപ്പൊ തീർത്തു കൊടുക്കാം. ഇനിയിപ്പോ അതൊന്നും വേണ്ട. അതെ, 50,000 രൂപ എന്ന് പറയുന്നത് കുറച്ചധികം തന്നെയാണ്, അതെനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ ആ പൈസ കൊടുത്തു കഴിഞ്ഞാല് അങ്ങേർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സ്വത്ത് മുഴുവൻ ഇവളുടെ പേരിൽ വരുമല്ലോ. എടാ, അതൊക്കെ ശരി തന്നെ, പക്ഷെ കാശിന് കാശ് വേണ്ടേ? ഞാനിതിപ്പോ എവിടെ പോയി ഒപ്പിക്കണം? മാത്രല്ല അമ്മ, നമ്മളിപ്പോൾ 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാരുടെ മുമ്പിൽ നമ്മുടെ തറവാടിന്റെ ഒരു മാനം കിട്ടും. ഇപ്പൊ എന്താ വെച്ചാൽ മാനം പോയി കിടക്കാണ്. എങ്ങനെയാ? നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് അവരെല്ലാരും പറയണത്. ആര് പറഞ്ഞു? അല്ല, എല്ലാരും പറയണ അങ്ങനെയാണ്. അവര് പറഞ്ഞോണ്ടിരിക്കട്ടെ. എല്ലാവർക്കും അറിയണമെങ്കിൽ നമ്മുടെ കാശുണ്ടേ ചെണ്ടയും കൊട്ടിക്കൊണ്ടാടാ. അത് കൊള്ളാം. അമ്മ, പൈസ ഉണ്ടല്ലോ. എവിടെ? ബാങ്കിലുള്ള പൈസ എടുക്കാം. എന്തോ ബാങ്ക്? നീ എന്നെ അടിച്ച് കെട്ടി തൂക്കി നോക്ക്, അതിൽ ഒരു ചില്ലി പൈസ ഞാൻ തരത്തില്ല. അതെ, എന്റെ തക്കിളിമോളുടെ പേരിൽ ഇട്ടിരിക്കുന്നതാണ് അവൾക്ക് വേണ്ടിട്ട്, അറിയാമോ? അച്ഛണ്ടാക്കും ഒരിക്കലും ഇങ്ങനെ പറയില്ല. രത്നമ്മേ, മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, അവന് പൈസ എന്താ വേണ്ടെങ്കിൽ കൊടുക്കുക, അങ്ങനെ അച്ഛൻ പറയുള്ളൂ. ഇപ്പൊ അച്ഛൻ ഇല്ലല്ലോ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ ഭാര്യ വീട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ലേശം മോശക്കാരാവും, അത്രേ ഉള്ളൂ. അത് സാരല്ലമ്മ, അത് സഹിക്കാം. അയ്യോ നില്ലേ മക്കളെ, അല്ല നമ്മളിത് അവർക്ക് ദാനമായിട്ട് കൊടുക്കുവാണോ അതാ അവർ തിരിച്ചു തരുമോ? തിരിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ തിരിച്ചു തരുമായിരിക്കും. ഇനിയിപ്പോ തിരിച്ചു തന്നില്ലെങ്കിൽ അത് നമുക്കല്ലേ, സ്വത്ത് മൊത്തം നമുക്ക് വരണതല്ലേ. അതാ ഇതിപ്പോ ജപ്തി ചെയ്തോണ്ട് പോയാൽ പിന്നെ ഒന്നും ഇല്ലാതാവും. അവള് പിന്നെ ഇവിടെ ഇരിക്കേണ്ടി വരും, എല്ലാം കൂടെ കെട്ടിക്കയറി ഇങ്ങോട്ടും വരും. അതാ ഞാനും പറഞ്ഞത്. ഇതൊരു കാര്യം ചെയ്യും, ഞാനൊന്ന് നോക്കാം. ഉള്ള കാശ് നമുക്ക് കൊടുക്കാം, ഒരു 50,000 രൂപയല്ലേ. പോട്ട് Alien versus Alien.